വെൽക്കം ഓൾ. ഞാനിന്നൊരു JBLന്റെ ഹെഡ്ഫോൺസുമായിട്ടാണ് വന്നിരിക്കുന്നത് റിവ്യൂ ചെയ്യാനായിട്ട്. JBLന്റെ ടൂർ 1M2 എന്ന് പറയുന്ന ഹെഡ്ഫോണാണ് ഞാനിന്ന് റിവ്യൂ ചെയ്യുന്നത്. ഞാനത് ഉപയോഗിച്ച് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിവ്യൂ ചെയ്യുന്നത്. ടൂർ 1M2 എന്ന് പറയുന്ന ഹെഡ്ഫോണിന്റെ ബോക്സ് ഇതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബോക്സ്. നല്ലൊരു പാക്കിങ്ങിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അകത്തൊരു നല്ല ഒരു ക്യാരി ബാഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നല്ലൊരു പ്രീമിയം ക്യാരി ബാഗ് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിൽ JBLന്റെ ബ്രാൻഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. JBL ടൂർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗ് തന്നെയാണ്. ഇവിടെ നമുക്കൊരു പിടിക്കാനായിട്ടൊരു ചെറിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ തൂക്കിയിട്ട് പിടിക്കാം. കൊള്ളാം, അടിപൊളി. നമുക്ക് ഇതിന്റെ അകത്ത് വരുന്ന സാധനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ഫോൺസ്, പിന്നെ ഒരു ചാർജിങ് കേബിള്, പിന്നെ ഒരു ആക്സ് കേബിള്, പിന്നെ നമ്മളെ ഫ്ലൈറ്റിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്ന്. നല്ല പ്രീമിയം ക്വാളിറ്റി, ഒരു രക്ഷയില്ല കേട്ടോ. JBLന്റെ പ്രോഡക്റ്റ് അടിപൊളി ക്വാളിറ്റി, സൂപ്പറാണ്. അക്സസറീസ് ആയിരുന്നാലും ഹെഡ്ഫോൺ ആയിരുന്നാലും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല പ്രീമിയം ലുക്കും ഉണ്ട്. ഹെഡ്ഫോൺ ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ടല്ലേ ഹെഡ്ഫോൺ. നല്ല ലുക്കും ഉണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റിയും ഉണ്ട്. ചീപ്പ് പ്ലാസ്റ്റിക് ഒന്നുമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല കുഷനാണ്. ഇയർ കപ്പ് സൂപ്പറാണ്. നല്ലൊരു മെമ്മറി ഫോമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അൾട്രാ സോഫ്റ്റ് ആണ്. ഇയർ കപ്പ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നമ്മളെ ചെവി നല്ല രീതിക്ക് ഇതിൻ്റെ അകത്തിരിക്കും. കാണിച്ചു തരാൻ വെച്ചിട്ട് കണ്ടില്ലേ, ഇയർ കപ്പൊക്കെ നല്ല വലുപ്പമുണ്ട്. നമ്മുടെ അത്യാവശ്യം വലിയ ചെവിയുള്ളവർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാം. അടിപൊളിയാണ്, വെക്കാനും യൂസ് ചെയ്യാനും എല്ലാം കൊള്ളാം. പിന്നെ ഇതിന് കുറച്ച് ന്യൂനതകളും ഉണ്ട്, കുറച്ച് നല്ല കാര്യങ്ങളും ഉണ്ട്. ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഞാൻ പറയാം. എനിക്ക് ഈ ബോക്സ് പൗച്ച് മാറ്റി വയ്ക്കാം. നമുക്ക് ഹെഡ്ഫോണിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്, പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് സ്വിച്ച് ഉണ്ട്. അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് അത് JBLന്റെ ആപ്പിൽ സെറ്റ് ചെയ്യാം. നോയ്സ് ക്യാൻസലേഷൻ ഒരു 3 മോഡാണ് ഇതിൽ വരുന്നത്. അതായത് ഒരു ആംബിയന്റ് മോഡ്, പിന്നെ നോയ്സ് ക്യാൻസലേഷൻ മോഡ്, പിന്നെ അത് നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് പറഞ്ഞത്. അങ്ങനെ ഒരു 3 ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിലൊരു വോളിയം അപ്പ് ഡൗൺ സ്വിച്ച് ഉണ്ട്. പിന്നെ നമ്മൾ ഓഡിയോ ജാക്ക് കുത്താനുള്ള ഒരു ഓപ്ഷനും. ചാർജ് തീർന്നു പോയാലും നമുക്ക് ഈ ഓഡിയോ ജാക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതൊരു എനിക്ക് കണക്ടർ ഉണ്ടെങ്കിലേ നമ്മളെ ഇപ്പോഴത്തെ ഫോണിലെല്ലാം കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് 3.5mm ടു ഒരു C ടൈപ്പ് കണക്ടർ വേണം. കണക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഇപ്പോഴുള്ള ഫോണുകളിൽ കുത്താൻ കഴിയുള്ളൂ. നേരത്തെ നമ്മുടെ ഫോണിലെല്ലാത്തിലും 3.5mm ജാക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അത് പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ കാണിച്ചില്ലായിരുന്നു ഒരു
നമ്മളെ എയ്റോപ്ലെയിനിലൊക്കെ ഉപയോഗിക്കുന്ന കണക്ടർ. നമുക്കിത് അവരുടെ തന്നെ ഹെഡ്ഫോൺ ഉപയോഗിക്കണമെന്നില്ല, നമുക്കിത് പ്ലെയിനിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റീനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. സൂപ്പർ ബിൽഡ് ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. നല്ല ഗ്ലോസി ഫിനിഷും മാറ്റ് ഫിനിഷും നല്ല കുഷനും ഇയർ കപ്പും എല്ലാം പ്രീമിയം, അൾട്രാ പ്രീമിയം, സൂപ്പർ നല്ല ബിൽഡ് ക്വാളിറ്റി, ഒരു രക്ഷയുമില്ല. പിന്നെ ഇതിൽ വരുന്ന ഒരു നല്ല ഗുണങ്ങളും ഉണ്ട്, ചീത്തയും ഉണ്ട്. നല്ല ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൽ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ളൊരു ഹെഡ്ഫോണാണത്. അതായത് നമ്മുടെ റൈറ്റ് സൈഡിലെ ഇയർ കപ്പിൽ നമുക്ക് ടച്ച് സെൻസറാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ടച്ച് സെൻസർ ഇല്ല, പകരം നമ്മുടെ അതായത് ഇതിലൊരു നോയ്സ് ക്യാൻസലേഷനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്വിച്ച് മാത്രമാണുള്ളത്. പിന്നെ മൈക്കും റൈറ്റ് സൈഡിൽ മാത്രമാണ് നമുക്ക് ടച്ച് സെൻസർ വരുന്നത്. അതിൽ നമുക്ക് നെക്സ്റ്റ് ട്രാക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ കോള് പിക്ക് ചെയ്യും. അതായത് നമുക്ക് ഹോൾഡ് ചെയ്ത ഗൂഗിൾ അസിസ്റ്റന്റ് ഓർ നിങ്ങൾക്ക് അലക്സ വേണമെങ്കിൽ അലക്സ ഉപയോഗിക്കാം. അതിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആപ്പിൽ. പിന്നെ നമുക്ക് പ്ലേ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. അതൊക്കെ കൊള്ളാം, നല്ലൊരു ഫീച്ചറാണ്. പിന്നെ നോയ്സ് ക്യാൻസലേഷനും അത്യാവശ്യം നല്ല നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. നല്ല രീതിക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം ക്യാൻസൽ ആവുന്നുണ്ട് ഇത് ഉപയോഗിച്ചപ്പോഴത്തേക്ക്. പിന്നെ ഇതിൽ എനിക്ക് സൗണ്ട് ക്വാളിറ്റീനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സൗണ്ട് ക്വാളിറ്റി ഇത് എല്ലാവർക്കും ഇത് സ്യൂട്ട് ആവണമെന്നില്ല. കാര്യം അത്യാവശ്യം ബാസ് പിന്നെ ലൗഡ് സൗണ്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഹെഡ്ഫോൺ ചിലപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കാര്യം എനിക്ക് അത്യാവശ്യം ബേസും ട്രബിളും അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് ഈ ഹെഡ്ഫോൺ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം നമുക്ക് ഇച്ചിരി സൗണ്ട് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ സൗണ്ട് ഇല്ല. സൗണ്ട് ബാലൻസ്ഡ് സൗണ്ടാണ്. സൗണ്ട് പിന്നെ ഭയങ്കരമായ ഒരു ഒച്ചയിൽ കേൾക്കാൻ ഇതിൽ കഴിയില്ല. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഈ ഹെഡ്ഫോൺ ചൂസ് ചെയ്തിട്ട് കാര്യമില്ല. കാര്യം അത്യാവശ്യം നല്ല വിലയുണ്ട് ഇതിന്. ഞാൻ ഇത് കാർഡ് ഓഫറും പോയിട്ട് എനിക്കിത് ഏത് പ്രൈസിനാണ് കിട്ടിയെന്ന് വെച്ചാൽ എനിക്കൊരു 13,000 ആയിട്ടുണ്ട് കാർഡ് ഓഫറും പോയിട്ട്. അല്ലാതെ നോർമലി ഇതിലെപ്പോഴും ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലായാലും കിടക്കുന്നതെന്ന് പറയുന്നത് ഒരു 17,000 to 15,000 റേഞ്ചിലാണത് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. കൂടുതലും ഒരു 16,000 17,000 റേഞ്ചിലാണ് ഞാനിത് ഓൺലൈൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രൈസിന് ഇത് വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വാങ്ങിക്കേണ്ടെന്നേ പറയത്തുള്ളൂ. കാര്യം ആ ഒരു പ്രൈസിന് ഉള്ള സാധനമൊന്നുമില്ല ഇതിൽ. ഒരു 11,000 ആ റേഞ്ചിലൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, പ്രശ്നമില്ല, നല്ല പ്രോഡക്റ്റാണ്. പക്ഷെ നമ്മൾ ഇത്രയും വില കൊടുത്തിട്ട് ഒരു പ്രീമിയം ഹെഡ്ഫോൺ വാങ്ങിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇല്ലെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ എനിക്കിതിൽ തോന്നിയ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അതായത് നല്ല ക്വാളിറ്റി സൗണ്ടാണ് ഇതിൽ കേൾക്കുന്നത്. സൗണ്ട് കുറവാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും. ചിലപ്പോൾ ഒരുപാട് ബാസ് ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഒരുപാട് സൗണ്ടിൽ കേൾക്കാത്തവരുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഹെഡ്ഫോൺ ഓക്കെയാണ്, പ്രശ്നമില്ല. നല്ലൊരു ബാലൻസ്ഡ് സൗണ്ടാണ് ഇതിലുള്ളത്. അതായത് വോക്കലും ട്രബിളും ബേസും എല്ലാം നല്ല ബാലൻസ്ഡ് ആണ്, നല്ല ക്രിസ്പുമാണ് സൗണ്ട്. പക്ഷെ ഓവർ സൗണ്ട് ഇല്ലെന്ന് ഉള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പം ചെറിയ സൗണ്ടിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഹെഡ്ഫോണാണ്. ക്വാളിറ്റി സൗണ്ടാണ്, ഉള്ള സൗണ്ട് നല്ല ക്വാളിറ്റിയാണ്. മൂവി കാണാനായിരുന്നാലും മ്യൂസിക് കേൾക്കാനായിരുന്നാലും ഉള്ള സൗണ്ട് നല്ല ക്വാളിറ്റി സൗണ്ടാണ്, അത് ഗ്യാരണ്ടിയാണ്. പക്ഷെ ഇത് ഒരുപാട് ലൗഡല്ല. പിന്നെ കോൾ ക്വാളിറ്റിയും തരക്കേടില്ലാത്തൊരു കോൾ ക്വാളിറ്റി ഉണ്ട്. കാര്യം ഞാനിത് ഒരുപാട് പേരെ വിളിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൾ ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. എതിര് നിൽക്കുന്ന ആൾക്ക് നല്ല രീതിക്ക് കേൾക്കാം എന്നാണ് നമുക്ക് കിട്ടിയ ഒരു എതിര് നിന്ന ആൾ പറഞ്ഞ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് നിന്ന ആൾക്ക് നല്ല രീതിക്ക് കോൾ ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോൾ ക്വാളിറ്റി ഒന്നും വലിയ പ്രശ്നമില്ല.
കോൾ ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്, അപ്പോൾ ടച്ച് സെൻസർ ഉണ്ട്. അപ്പോൾ എല്ലാം ഫീച്ചർ ലോഡറാണ് സാധനം. അപ്പം ഹെഡ്ഫോൺ കൊള്ളാം, പക്ഷേ ഇതിൻ്റെ ഒരു കോണെന്ന് പറയുന്നത് ഇതിന് വലിയൊരു ബേസും ഇല്ല, സൗണ്ടും ലൗഡല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്കിതിൽ തോന്നിയത്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഹെഡ്ഫോൺ പറ്റത്തില്ല. അവർ സോണിയുടെയൊക്കെ ഹെഡ്ഫോൺ ഉണ്ടല്ലോ, ആൾട്ട്, അതൊക്കെ ബേസിൻ്റെ ഉസ്താദാണ്. അത് വിറയ്ക്കും. നമ്മൾ ഹെഡ്ഫോൺസിൽ പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നമുക്ക് വിറയ്ക്കുന്നതാണ്. ഒരു സബ്വൂഫർ ഫിറ്റ് ചെയ്താണ് അത് തോന്നും. അത് ഇങ്ങനെ ബേസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ആൾട്ടൊക്കെ എടുത്താൽ നല്ലതായിരിക്കും സോണിയുടെ. പിന്നെ XM4 അത്യാവശ്യം അതിൻ്റെ അത്രയും ബേസ് ഇല്ലെങ്കിലും അതിനും അത്യാവശ്യം ബേസും ഉണ്ട്, നല്ല ക്രിസ്പ് സൗണ്ടുമാണ്. ഇതിനെക്കാട്ടിലും വോളിയം ഉണ്ട് XM4 സോണിയുടെ. XM5 ഞാൻ യൂസ് ചെയ്ത് നോക്കിയില്ല, ആരെന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റിവ്യൂ ഇടാം. XM4 എൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ട്, ഞാൻ കേട്ട് നോക്കിയിട്ടുണ്ട്. നല്ല 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 ക്വാളിറ്റി ഉണ്ട് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ അതും ഒരു പ്രീമിയം ലെവലിലുള്ള ഹെഡ്ഫോണാണ്, അതിനും പ്രൈസ് ഉണ്ട്. അതിനും ഒരു 20,000 റേഞ്ചിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഓഫർ പ്രൈസിൽ എനിക്കെന്തോ 16,000 15,000 ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആമസോണിൽ. അതും കാർഡ് ഓഫർ, നമുക്കല്ലാതെ കൂപ്പണോ കാര്യങ്ങളൊന്നുമില്ല. കാർഡ് അവർ പറയുന്ന ഇപ്പം ഏത് ക്രെഡിറ്റ് കാർഡിനാണോ ഓഫർ ഉള്ളത് ആ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഓഫർ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഇതിൽ JBLന്റെ ആപ്ലിക്കേഷൻ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഞാൻ കാണിച്ചു തരാം. JBLന്റെ ആപ്ലിക്കേഷനിൽ ഇതിന്റെ ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് ഇതാണ്. നമുക്കിത് ജസ്റ്റ് സ്ലൈഡ് ചെയ്താൽ ഇത് ഓൺ ആവും. പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് താഴോട്ടാക്കിയത് പെയർ ആവും. ഹെഡ്ഫോൺസ് കണക്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. JBLന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നമുക്ക് ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ANC അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ANC ഒരു ഓപ്ഷൻ ഉണ്ട്, ആംബിയന്റിന്റെ ഓപ്ഷൻ ഉണ്ട്, ടോക്ക് ത്രൂ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഡെഡിക്കേറ്റഡ് സ്വിച്ചിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്ത് തരാൻ പറ്റും. പിന്നെ ഈക്വലൈസർ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈക്വലൈസർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കസ്റ്റമൈസും ചെയ്യാം, അതിൽ പ്രീസെറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഈക്വലൈസറും ഉണ്ട്. പിന്നെ ലോ വോളിയം ഡൈനാമിക് EQ എന്ന് പറയുന്നത് നമുക്ക് സൗണ്ട് കുറഞ്ഞ സാധനങ്ങളും അത്യാവശ്യം ആംപ്ലിഫൈ ചെയ്ത് വരും. പിന്നെ ഇതില് ജസ്റ്റേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഈ ആംബിയന്റ് സൗണ്ട് കൺട്രോൾ എന്ന് പറയുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഈ സ്വിച്ചിലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കത് അകത്ത് കയറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ടാപ്പ്, നോയിസ് ക്യാൻസലിംഗ് ഉണ്ട്, ആംബിയന്റ് അവെയർ ഉണ്ട്. പിന്നെ അത് നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ടച്ച്, അതായത് പ്ലേ ആൻഡ് വോയിസ് അസിസ്റ്റന്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഈ ടച്ച് ഏരിയയില്ലേ ഞാൻ പറഞ്ഞ, അതായത് ആ ഒരു ഏരിയയിൽ ടച്ച് പാനലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ടാപ്പ് ആൻഡ് പ്ലേ ഉണ്ട്, അതായത് ഡബിൾ ടാപ്പ് നെക്സ്റ്റ് ട്രാക്ക്, ട്രിപ്പിൾ ടാപ്പ് ആണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലോട്ട് പോകും. പിന്നെ ടാപ്പ് ആൻഡ് ഹോൾഡ് ആണെങ്കിൽ ടാപ്പ് ടു ഗൂഗിൾ അസിസ്റ്റന്റ്, ഓർ നിങ്ങൾക്ക് ഇതിൽ എലക്സ വേണമെങ്കിൽ എലക്സ സെലക്ട് ചെയ്യാം. പിന്നെ കോൾ കൺട്രോളിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ കോൾ പിക്ക് ചെയ്യും, ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ റിജക്ട് ചെയ്യും ഇൻകമിങ് കോൾസ്. നിങ്ങൾക്ക് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിനെ പറയുന്നത് ആക്ഷൻ ബട്ടൺ എന്നാണ് കേട്ടോ. അതായത് ആക്ഷൻ ബട്ടൺ എന്നാണ് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള സ്വിച്ചിനെ. ഇതിൽ ടച്ച് ആയതുകൊണ്ടാണ് നമുക്ക് ഇതിൽ സോങ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത പാട്ട് നിൽക്കും. പിന്നെ എനിക്കിതിൽ ഒരു യൂസ്ഫുൾ ഫീച്ചറായിട്ട് തോന്നിയെന്ന് പറയുന്നത്, ഇതിൽ സ്മാർട്ട് ടാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് എത്ര സമയം വേണമെന്നുള്ളത് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. ഇതിൽ 5 സെക്കൻഡ്, 15 സെക്കൻഡ്, 20 സെക്കൻഡ് എന്ന് പറയുന്ന രീതിക്കാണ് ഇതിൽ സ്മാർട്ട് ടാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുള്ളത്. അത് എനിക്ക് അതിൽ JBLനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു യൂസ്ഫുൾ ഫീച്ചറായിട്ട് തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ
നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിച്ച് പാട്ട് കേൾക്കുകയോ സിനിമ കാണുകയോ എന്ത് ചെയ്താലും നമ്മളെ അടുത്ത് ഒരാൾ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് പോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഹെഡ്ഫോൺ എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്തിട്ട് ഇതിൽ സൗണ്ട് നിൽക്കും. സൗണ്ട് നിന്നിട്ട് നമുക്ക് സംസാരിക്കാം. അത് മാത്രമല്ല, നമുക്ക് ഈ സൗണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ആംബിയന്റ് അവെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഓണാവും. അതായത് നമുക്ക് വെളിയിൽ പറയുന്ന കാര്യങ്ങൾ, വേറൊരാൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഹെഡ്ഫോണിന്റെ ഉള്ളിൽ കൂടെ തന്നെ കേൾക്കാൻ പറ്റും. അപ്പൊ അത് ഈ ഹെഡ്ഫോണിലുള്ളൊരു നല്ലൊരു ഗുഡ് ഫീച്ചറാണ്. അത് നമുക്ക് ഇതിൽ നമുക്ക് അതിന്റെ സമയമൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തില്ല. സ്മാർട്ട് ടോക്ക് നല്ലൊരു ഫീച്ചറാണ്. നിങ്ങൾ ഹെഡ്ഫോൺ ഉപയോഗിച്ച് പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഇന്ററപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്തിട്ട് അതിന്റെ സൗണ്ട് നിന്നിട്ട് നമുക്ക് സംസാരിക്കാം. സംസാരിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കേട്ടോണ്ടിരുന്ന പാട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവും. അതൊരു ഗുഡ് ഫീച്ചറാണ്. ഈ JBL ഹെഡ്ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് അത്, സ്മാർട്ട് ടോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതില് ബാലൻസ് ചെയ്യാനുള്ളത്, റൈറ്റ് ലെഫ്റ്റ് സൗണ്ട് ബാലൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പേഴ്സണൽ സൗണ്ട് ആംപ്ലിഫിക്കേഷൻ, ഇൻ കേസ് എന്തെങ്കിലും ഒരു കേൾവി കുറവോ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നിങ്ങളെ കേൾവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് അതിന്റെ വോളിയം ആക്കാൻ പറ്റും. പിന്നെ വോയിസ് അസിസ്റ്റന്റിന്റെ ഓപ്ഷൻ, പിന്നെ മാക്സ് വോളിയം ലിമിറ്റർ എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് സൗണ്ട് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്ത് കേൾക്കാം. പക്ഷെ ഇതിന് ഓൾറെഡി ഒരു സൗണ്ട് കുറവാണ്, എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കും എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോ പവർ ഓഫ് 30 മിനിറ്റ്, 1 മണിക്കൂർ, 2 മണിക്കൂർ അത് സെറ്റ് ചെയ്തിട്ടിരുന്ന ഇൻ കേസ് നിങ്ങൾ ഇത് വെച്ച് ട്രാവലിങ്ങിലാണോ, നിങ്ങൾക്ക് ഇത്ര സമയം പാട്ട് കേട്ടാൽ മതി, ഉറങ്ങിയതിന് ശേഷം പാട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് അരമണിക്കൂർ ഓൺ ആക്കിയിട്ട് അരമണിക്കൂർ ആകുമ്പോൾ ഇത് ഓഫ് ആവും. 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഓഫ് ആവും. അപ്പോൾ അതൊക്കെ ഇതിലുള്ള ഒരു നല്ല ഫീച്ചേഴ്സാണ്. ആപ്പിൽ അത്യാവശ്യം നല്ല രീതിക്ക് ആപ്പിൽ നമുക്ക് കുറേ ഫീച്ചേഴ്സ് നമുക്കുണ്ട്. അതിനെപ്പറ്റിയൊന്നും പ്രശ്നമില്ല. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ലോ വോളിയമാണ്. വളരെ ലോ വോളിയം എന്ന് പറഞ്ഞാൽ നോർമലാണ്, വളരെ ലോ അല്ല, നോർമൽ വോളിയം. നമുക്ക് ഇച്ചിരി സൗണ്ട് കൂടുതൽ വേണം. ചില വീഡിയോസ് ഒക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ സൗണ്ട് കുറവായിരിക്കും. ഓൾറെഡി ആ വീഡിയോക്ക് സൗണ്ട് കുറവായി, അപ്പോൾ കുറച്ചുകൂടി സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സൗണ്ട് കൂടും. ഓൾറെഡി ഇതിൽ സൗണ്ട് കുറവായിട്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ അത് JBL ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. കാര്യം ഇത്രയും ഒരു പ്രീമിയം ഹെഡ്ഫോണാണ്, ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും JBL ബ്രാൻഡിനെ വിശ്വസിച്ച് വാങ്ങിക്കുന്ന നല്ല ബേസ് കാണും, നല്ല സൗണ്ട് ആയിരിക്കും ഹെഡ്ഫോൺ, അത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു നോർമലി സൗണ്ട് കുറച്ച് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ ബെറ്റർ പ്രോഡക്റ്റാണ്, സൂപ്പറാണ്. കംഫർട്ടിനൊന്നും ഒരു പ്രശ്നമില്ല. കംഫർട്ടൊക്കെ അങ്ങേയറ്റവും, കംഫർട്ടൊക്കെ സൂപ്പറാണ്, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, കംഫർട്ട് ഉണ്ട്, മ്യൂസിക് ക്വാളിറ്റി ഉണ്ട്, അതിനൊന്നും ഒരു പ്രശ്നമില്ല. വെൽ ബാലൻസ്ഡ് സൗണ്ടാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ലോ വോളിയം, ബാസും ആവറേജ് ആണ്. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത്. ബാക്കി കോൾ ക്വാളിറ്റി അത്യാവശ്യമുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. കംഫർട്ടും ഉണ്ട്. നമുക്കിത് വെച്ചിരുന്ന നമുക്ക് ചെവിയിൽ ഇറക്കി പിടിക്കുന്ന ഒരു ഫീലൊന്നുമില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇത് ചെവിയിലിരുന്നോളും, കാണാമല്ലോ. അതുകൊണ്ട് നല്ലൊരു ഹെഡ്ഫോൺ തന്നെയാണ്. ഈ ഒരു കാര്യം, ഈ സൗണ്ട് കുറവ്, ബേസ് കുറവ് എന്നുള്ള കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഫീച്ചർ ലോഡഡ് ഗുഡ് ഹെഡ്ഫോൺ ആണ് ഈ JBL Tour 1 M2 എന്ന് പറയുന്നത്. വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ഹെഡ്ഫോണിനെ പറ്റി പറയാനില്ല. ഇത്രയൊക്കെ തന്നെയാണ്. ഞാൻ ഉപയോഗിച്ച് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇനി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പോൾ, ഞാൻ അധികം അങ്ങനെ റിവ്യൂ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളൊന്നുമല്ല. ഞാനത് ഉപയോഗിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1-2 വീഡിയോസ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇമ്പ്രൂവ് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം. വേറെ കാര്യങ്ങളൊന്നുമില്ല. ബൈ, സീ യു. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.